Spotlight. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്പോട്ട്ലൈറ്റ് തുടങ്ങണ്ടേ നമുക്ക്? അതെ, പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് യേശുദാസിന്റെ പാട്ടില്ലാത്ത സിനിമകൾ വളരെ കുറവാണ്, ഇറങ്ങാറേ ഇല്ലാന്ന്. ഇന്നിപ്പോ അങ്ങനെ പറയാൻ പറ്റുന്ന അത്രയും തിരക്കുള്ള ഒരു പാട്ടുകാരൻ ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലായികയൊന്നുമില്ല. ആ പാട്ടുകാരൻ ഞാനിരിക്കണ ചെയറിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഈ കുട്ടി എന്ത് എത്ര സ്പോട്ട്ലൈറ്റ് തുടങ്ങാത്തേ എന്ന് ആലോചിച്ചിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം, റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഇവിടെ ഞാനുണ്ട് ശാലിനി. എന്റെ അടുത്തുള്ള എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന ആ പാട്ടുകാരന്റെ പേരാണ് നജീം അർഷാദ്. ഇത്ര എനർജി ഉള്ളൂ. നജീം അർഷാദ് യേശുദാസായിട്ടാണ് ഞാൻ ഉപമിച്ചത്. അയ്യോ, അത്രയും വേണമായിരുന്നു. നാട്ടുകാർ എന്നെ തല്ലും ചിലപ്പോ ഇവിടെ വന്നിട്ട്. അത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എന്നാ കുറച്ചുകൂടി എനർജിയിൽ പറഞ്ഞ പേരെന്ന് പറഞ്ഞ ഗാംഭീര്യത്തോടുകൂടി നജീം അർഷാദ്. കുറച്ചുകൂടിയൊക്കെ എനർജി ആവാം, കാരണം നമുക്ക് 4 മണിക്കൂറായിരിക്കും ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ സ്പോട്ട്ലൈറ്റ്. നീ 4 മണിക്കൂർ ഞാൻ വിട്ടിരിക്കണല്ലേ? അയ്യോ, ഏതാണ്ട് ശിക്ഷ കിട്ടിയ പോലെയാണ്. ജീവപര്യന്തം തടവിനൊക്കെ വിധിക്കില്ലേ? ശരിക്കും അത് തന്നെയല്ലേ? തടവ് ശിക്ഷ ഇതിലും ഭേദമാണെന്ന് തോന്നുന്നു. ഇത് തുടങ്ങിയിട്ടുള്ളൂ സാധനം. ചോദ്യങ്ങൾ ചോദിക്കാൻ പോണേ ഉള്ളൂ. അവസാനം പറയൂട്ടോ എന്റെ അടുത്ത്. കുഴപ്പമില്ല, തൂക്കിക്കൊന്നോ കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഒരു കോംപ്രമൈസ്. സമ്മതിച്ചല്ലോ. ഇത്ര നാളും നജീം അർഷാദിനെ നമുക്കൊക്കെ അറിയുന്നത് നല്ലൊരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടിയല്ലേ? എന്താണ് പ്രൊമോഷൻ കിട്ടിയ? ഒരു സംഗീത സംവിധായകനായില്ലേ? നമ്മുടെ ഒരു ആഗ്രഹം, ഒരു പാട്ട് ചെയ്തു, അതിങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനെ വന്നു. അതൊരു നിമിത്തം ഒരു പടത്തിൽ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയത്. ഒന്നാമത്തെ കാര്യം, ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കമ്പനികളിലെ അപ്രൈസലിന്റെ സമയവും പ്രൊമോഷന്റെ സമയമൊക്കെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാലോ, പാട്ടുകാരനിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി, സംഗീത സംവിധായകനായി അല്ലേ? അങ്ങനെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ നല്ല സുഖമുണ്ട്. ഇനി അത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ആളുകൾ എന്ത് വിചാരിക്കും, ഒരു അഹങ്കാരിയാണെന്ന് വിചാരിച്ചല്ലോ അല്ലേ? എനിക്ക് ശരിക്കും ഇനിയും പാട്ടുപാടി ജീവിക്കാനാണ് ആഗ്രഹം. നമ്മള് പ്രൊഫഷൻ മെയിൻലി സിംഗർ എന്നുള്ള ഇതിലാണ് പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. നമുക്ക് തൊണ്ടയിലുള്ളിടത്തോളം കാര്യം നമ്മൾ പാടും. പാട്ട് കിട്ടിയില്ലെങ്കിൽ സംഗീത സംവിധാനത്തിലോട്ട് കിടക്കും. അങ്ങനെയാണോ? പാട്ടെന്നാണ് നിർത്തുന്നത്, അന്ന് നമ്മൾ അടുത്ത വഴി തുടങ്ങുമല്ലോ. അതിന് മുന്നേ പറയട്ടെ, മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സ്, അതിൽ 3 സംഗീത സംവിധായകരിൽ ഒരാളാണ് നജീം അർഷാദ്. ഇപ്പൊ അല്ലെ? നജീം ഒരു പാട്ടുകാരനായിട്ടല്ലേ പുറമേൽ അറിയപ്പെടുന്നത്. എങ്ങനെ നജീമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംവിധാന അങ്ങനെ കൂടി ഉണ്ടെന്ന് മനസ്സിലായത്? വീട്ടില് എന്റെ അപ്പയും ഉമ്മയും 2 സഹോദരങ്ങൾ എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്, പാട്ട് പാടും. ചെറുപ്പത്തിലെ പാട്ട് കേട്ടാണ് വളർന്നിട്ടുള്ളത്. പിന്നെ മൂത്ത ബ്രദറൊക്കെ ഇങ്ങനെ മ്യൂസിക് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ബ്രദറും കീബോർഡ് വായിക്കും. ഞാനിങ്ങനെ 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് എന്റെ മൂത്ത ബ്രദർ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഓരോ പാട്ടുണ്ടാക്കി ഇങ്ങനെ കേൾപ്പിക്കും. അപ്പൊ എനിക്ക് അന്നൊരു വാശി, ആദ്യം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ നമുക്ക് കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ലെന്ന് മനസ്സിലായി. അന്നൊക്കെ ചെറിയ ചെറിയ പാട്ടുകൾ ഉണ്ടാക്കാനുള്ള. പിന്നെ ഓരോ വർഷങ്ങൾ കഴിയുന്നവരും പാട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കൂടുതൽ. പാട്ട് പാടാനും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പാട്ടിങ്ങനെ നമ്മുടെ വോക്കൽ ഇങ്ങനെ തിയേറ്ററിലൂടെ കേൾക്കാനായിട്ടുള്ള വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ. അത് പണ്ടൊട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും തുടങ്ങിയതാണ് ഈ പാട്ടുണ്ടാക്കൽ. അങ്ങനെ പാട്ടുണ്ടാക്കി പാട്ടുകാരനായി അവസാനം ഉള്ളിലുള്ള ഒരു പാട്ടെടുത്ത് പുറത്തിട്ട് അങ്ങനെയാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമയില് ആ ഹിന്ദി പാട്ടുണ്ടായത്. നജീം അർഷാദ് എന്ന് പറഞ്ഞ ഗായകനേക്കാളും കൂടുതൽ ആൾക്കാർ ടാഗ് ചെയ്യുന്നത് ഒരു റിയാലിറ്റി ഷോ വിന്നർ എന്നുള്ള രീതിയിലല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. കാരണം ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ, ഇന്റർവ്യൂസ് മാത്രമല്ല ഈ സ്റ്റേജ് ഷോസിലൊക്കെ പോകുമ്പോൾ പരിചയപ്പെടുത്തുമല്ലോ ആളെ. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ റിയാലിറ്റി ഷോ ടാഗ് എപ്പോഴും ഉണ്ടാവാറുണ്ടോ? അതുണ്ടാവാറുണ്ട്. കാരണം ഞാൻ ആദ്യം അറിയപ്പെടുന്നതും ഞാൻ വന്നതും ആ റിയാലിറ്റി ഷോ വഴിയാണ്. ആൾക്കാർ കൂടുതലും തിരിച്ചറിയുന്നതും. കാരണം 1 വർഷത്തോളം ആ ചാനൽ ഉണ്ടായിരുന്നല്ലോ. അത് മലയാളി മനസ്സിലേക്ക് കൂടുതലും എന്റെ ഫേസ് അങ്ങോട്ട് പതിഞ്ഞു. അതാണ്. പിന്നെ ആ ചിരിയും. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് കുറെ പേര് ഉണ്ടായിരുന്നു. കാരണം എന്റെ ഫോണിൽ ഇങ്ങനെ ഒത്തിരി പേരാണ് വിളിക്കുന്നത്. ഒരു ദിവസം തന്നെ ഒരു 10, 200, 300 കോൾസ്. ശരിക്കും ഞാൻ വെറുതെ പറഞ്ഞല്ല, ശരിക്കും. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ കോളില്ല. അന്ന് ശരിക്കും കാരണം ആ റീച്ച് വേറൊരാണ്. ആൾക്കാർ ഈ TV ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഈ വൈകുന്നേരം ഇതിന്റെ മുന്നിലാണല്ലോ കംപ്ലീറ്റ്. ഇഷ്ടം പോലെ കോളാണ് വരുന്നത്. കോളേജ് പഠിക്കായിരുന്നോ? അന്ന് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, MA ഫൈനൽ ഇയർ. ഓരോരുത്തരും ഇങ്ങനെ ഓരോ റൗണ്ട് നന്നായിരുന്നു, ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ കുറെ പേര് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര്. പിന്നെ ചിലരിങ്ങനെ വിമർശനം പറയാറുണ്ട് കേട്ടോ. അവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും. ഒരാളൊരിക്കൽ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ പെട്ടെന്ന് നിങ്ങൾ ഈ ചാനൽ വഴി കിട്ടുന്ന ഫെയിമൊന്നും ഇതൊന്നും വലിയ ശാശ്വതമല്ല, സാറൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും വല്ലാണ്ടായി പോയി. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം വന്നത് പണ്ടത്തെ പോലെ അല്ലല്ലോ. അങ്ങനെ പണ്ട് ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഇപ്പോഴിങ്ങനെ ഒരു അവസരം വന്നതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിതാ പറഞ്ഞ, ഞങ്ങളുടെ ഭാഗത്തായാലും എന്റെ ഭാഗത്തുനിന്നായാലും എന്റെ വീട്ടുകാരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിലൂടെയൊക്കെ തന്നെയാണ് നമ്മളും വരുന്നത്. ഓരോരുത്തർക്കും ഓരോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതൊന്നും അറിയാണ്ട് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞപ്പോ ആ കുട്ടി ഭയങ്കര സെന്റിയായി. അത് പെൺകുട്ടിയായിരുന്നു. അത് പിന്നെ വളരെ കൂട്ടുകാരായി. എന്നിട്ടൊന്നും സംഭവിച്ചില്ല.
ഞാൻ വിചാരിച്ചു ഇനിയോട് സ്റ്റോറി ഉണ്ടാവും. നല്ലൊരു ഫ്രണ്ടായിട്ട് മാറി. കാരണം പിന്നെ മനസ്സിലായി ഇതിനകത്ത് എന്താണെന്നുള്ള. ആ കുട്ടി പറഞ്ഞതെന്നല്ല, അവളുടെ കോളേജിൽ ഒരു സ്പീച്ച് ഒരാൾ വന്നിട്ട് ഒരു എഴുത്തുകാരൻ വന്നിട്ട് ഇതുപോലെ പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നമ്പർ തപ്പി പിടിച്ചെടുത്ത് വിളിച്ചതാണ്. ആ കിട്ടിയതൊക്കെ എനിക്കാണ് കിട്ടിയത്. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയഴകേ, ഈറൻമേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ. ഇപ്പോഴേ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നജീം പങ്കെടുത്ത റിയാലിറ്റി ഷോനെ കുറിച്ചാണ്. ആ റിയാലിറ്റി ഷോയ്ക്ക് ശേഷമുള്ള നജീം അർഷാദിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് മുന്നേ ആരായിരുന്നു നജീം അർഷാദ്? അതിനു മുമ്പേ ഞാൻ വലിയവിള, ട്രിവാൻഡ്രം വലിയവിള എന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പൊ അവിടെ വാപ്പ, ഉമ്മ, പിന്നെ 2 സഹോദരന്മാര്, പിന്നെ ഞാനും ഉണ്ട്. ഇളയാളാണ് ഞാൻ ഏറ്റവും ഇളയാളാണ്. വാപ്പ ഉമ്മയൊക്കെ എന്താ ചെയ്യണേ? വാപ്പ വിജിലൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു. ഉമ്മ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. രണ്ടുപേരും ഇന്റർകാസ്റ്റ് ആയിരുന്നു കേട്ടോ. അവര് മാരേജായിരുന്നു. കുറച്ച് ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ടിട്ടുണ്ട്. എന്റെ റിലേറ്റീവ്സ് പോലും പലരും എനിക്കറിയാത്തവരുണ്ട് ഇപ്പോഴും. പക്ഷെ അവര് വരുന്നുണ്ട്, ഞാൻ എന്റെ മാമനാണുണ്ടാകും, മറ്റേ അങ്കിളാണുണ്ടാകും. പക്ഷെ ഇവരൊക്കെ വളരെ നമ്മളെ കണ്ടാൽ തന്നെ മുഖം തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ അങ്ങനെ അന്ന് കാണാത്ത മാമന്മാരെയൊക്കെ ഇഷ്ടം പോലെ വരില്ലേ. ഇപ്പൊ ഒരു മൂത്താപ്പ എന്ന് പറഞ്ഞാല് വല്യച്ഛൻ, വകയിലൊരു വല്യച്ഛൻ എന്ന് പറയാം. ഞാനിങ്ങനെ ദുബായിൽ പോകുന്ന സമയത്ത് പ്രോഗ്രാമിന് കുറച്ച് നല്ല ഫെയിമിൽ എത്തിയതിനു ശേഷം പ്രോഗ്രാം വന്നു ദുബായിൽ. അപ്പൊ അന്നേരം ഒരാഴ്ച മുമ്പേ വന്നിട്ട് പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എന്റെ അടുത്തൊന്നും ഞാൻ എന്റെ മൂത്താപ്പയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് മൂത്താപ്പ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ അറിയാമെന്ന് ചോദിച്ചു. ഒരു ഫോട്ടോ കാണിച്ചു തന്നു. അതെന്റെ മോളാന്ന് പറഞ്ഞു, എന്റെ കസിനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ആദ്യം അപ്പം ദുബായിലാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഇവര് പരിചയപ്പെടാൻ വരും. അതുകൊണ്ട് മുഖം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. അറിയില്ലെന്ന് പറഞ്ഞാൽ അവര് നാണക്കേടാവും. അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ വരുന്ന കൂട്ടർ അവരുടെ വല്ല ഫ്രണ്ട്സിനെ കൊണ്ടാ പറഞ്ഞെങ്കിൽ തീർന്നു. എന്നിട്ട് വേറെ കാര്യം, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തന്നു. ഇത് നീ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ മനസ്സിലായി, ഇപ്പൊ പ്രകട സ്നേഹമായിട്ട് വരുന്നവരും ഭയങ്കര ഒരു ഡിഫറൻസ്. റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണോ, അതിൽ വിന്നർ ആയതിനു ശേഷമാണോ ബന്ധുബലം കൂടിയത്? ബന്ധുബലം അതിനുശേഷം കൂടി. കാരണം അതിനു മുമ്പേ എനിക്ക് എന്റെ ഉപ്പയും ഉമ്മയും, എനിക്ക് 2 ബ്രദേഴ്സും, ഇവര് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ബന്ധുക്കളും. എന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ 5 പേരേ ഉള്ളൂ, പിന്നെയാണ് വരുള്ളൂ ബാക്കിയുള്ളവർ. ഇപ്പൊ ഏത് നാട്ടിൽ ചെന്നാലും ബന്ധുക്കളാ? ഇപ്പോഴെല്ലാരും ബന്ധുക്കളാണ്. പക്ഷെ അവരെ നമ്മുടെ സ്വന്തം ബന്ധുക്കളെക്കാട്ടി കുറെ നല്ല നല്ല ആൾക്കാരൊക്കെ കാണാൻ പറ്റി ലോകത്ത്. ഇത്രയും നല്ല നല്ല ആൾക്കാരായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ്, ചേട്ടൻ ഡോക്ടർ, മറ്റൊരു ചേട്ടൻ എഞ്ചിനീയർ. ഈ അനിയൻ മാത്രം എന്തേ പാട്ടിന്റെ വഴിയിലോട്ട് പോയാലും പ്രശ്നമൊന്നും ഇല്ലേ? അപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്നെ വഴിതിരിച്ചു വിട്ടത്. നീ പഠിക്കണ്ട, നീ പാടിയാൽ മതി എന്ന് എന്റെ ഉപ്പയും പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരു ഡോക്ടർ ആവുന്നതിനെക്കാട്ടിയൊക്കെ വലിയ സന്തോഷം പാട്ടിലൂടെ കിട്ടി. എല്ലാവർക്കും പാട്ട് പാടാൻ താല്പര്യമായിരുന്നില്ലേ വീട്ടില്? എല്ലാവർക്കും പാട്ട് പാടാൻ താല്പര്യമായിരുന്നു. പക്ഷെ എങ്കിലും കൂടുതലും നന്നായിട്ട് പാടാൻ പറ്റുന്നത്, അങ്ങനെ അവരാരും അങ്ങനെ കൂടുതൽ ട്രെയിൻ ചെയ്തിട്ടില്ല. നമുക്ക് ജന്മനാ ഒരു പാട്ട് പാടാനുള്ള അവരെക്കാട്ടിയും കൂടുതൽ കുറച്ചുകൂടെ കഴിവ് എനിക്ക് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്? അല്ല, പഠിക്കാൻ എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ? പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല, ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചില്ലല്ലോ, അത് പറയണല്ലോ. എന്നിട്ട് അപ്പൊ 12th കഴിഞ്ഞിട്ട് നേരെ മ്യൂസിക് പഠിക്കാൻ പോയി. എന്നിട്ട് എന്തോ കേരള യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഉണ്ടായിരുന്നോ? അത് മ്യൂസിക്കിലാണ് BA റാങ്ക് ഉണ്ടായിരുന്നു. BPA എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. അതായത് ഗ്രാജുവേഷൻ തന്നെ. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പത്രത്തിൽ പടമൊക്കെ വന്നാ അന്ന് വന്നിരുന്നു, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പത്രത്തിൽ പടം വരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടല്ലേ? ആദ്യമായിട്ട് വരണത് 2nd സ്റ്റാൻഡേർഡിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ മിമിക്രിക്കാണ് ആദ്യത്തെ ഫസ്റ്റ്. മിമിക്രിയിൽ നിന്നാണ് പാട്ടിലേക്ക് കിടന്നേ? മിമിക്രിയാണ് ആദ്യം, എങ്ങനെയോ കിട്ടിപ്പോയതാ. എന്താ ചെയ്തേ? ഒന്നുമില്ല, കാക്കാ പൂച്ച. ഒന്ന് കാണിച്ച കുട്ടിയായിരിക്കും, നമുക്ക് അതൊക്കെ അല്ലേ വരുള്ളൂ. ഒന്ന് കാണിച്ച കാക്കനെ. പൂച്ചനെ കാണിക്കണോ? അങ്ങനല്ലേ? എനിക്കറിഞ്ഞൂടാ, നിങ്ങളുടെ വീട്ടിലെ പൂച്ചയൊക്കെ അങ്ങനെ ആയിരിക്കും. എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് കരയണ. അന്ന് കാണിച്ചൊക്കെ ചെറിയ ഐറ്റംസ് ആണ്. ഇന്ന് കാണിക്കാൻ നമുക്ക് തൊണ്ട മാറിയപ്പോഴത്തേക്ക് ശബ്ദം, അന്ന് കുഞ്ഞു കുട്ടികളുടെ ശബ്ദമാണല്ലോ. ഇപ്പൊ സൗണ്ട് മാറിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്ഡ് ആയി. പക്ഷെ ഇങ്ങോട്ട് ഏൽക്കണല്ല, അതാണ്. ഈ സമയത്ത് നമുക്ക് ചെറുത് കാണിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ 2nd സ്റ്റാൻഡേർഡിൽ മിമിക്രിയിലൂടെയാണ് തുടങ്ങിയത്. അങ്ങനെയല്ല, 2nd സ്റ്റാൻഡേർഡിൽ ഞാൻ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുത്തിരുന്നു. ലൈറ്റ് മ്യൂസിക്കിനൊക്കെ 2nd ആയിപ്പോയി. എങ്ങനെയോ ഫസ്റ്റ് മിമിക്രിക്കാണ് വന്നത്, പിന്നെ ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വർഷത്തിലും ഇതുപോലെ പങ്കെടുപ്പിക്കുമായിരുന്നു കോമ്പറ്റീഷനിൽ. അങ്ങനെ കലാപ്രതിഭ ആയിരുന്നു. ഒരു 10-13 തവണ കലാപ്രതിഭ ആയിട്ടുണ്ട്. എന്റെ അമ്മേ, അപ്പൊ 13 ട്രോഫി ഇരിക്കുന്നുണ്ട് വീട്ടില്. കലാപ്രതിഭ പട്ടം മാത്രം, എവർ റോളിംഗ് ട്രോഫീസ് ആയിരുന്നു, തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കുമായിരുന്നു. പാട്ട്
മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ വലുതായി കഴിഞ്ഞപ്പോ? ആ സമയത്ത് പാട്ട് മാത്രമായിരുന്നു. പാട്ടിന് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട്, ക്ലാസിക്കൽ, കഥകളി സംഗീതം, പിന്നെ റെസിറ്റേഷൻ എല്ലാ ലാംഗ്വേജും, മലയാളം, തമിഴ്, ഉറുദു, കന്നഡ, അറബിക്. ഈ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടിയ ഒരു ധൈര്യത്തിലാണോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ തോന്നിയത്? അല്ല, അവിടെ നിന്ന് കിട്ടിയ ഒരു ധൈര്യം തന്നെയാണ്. ഇഷ്ടംപോലെ കോമ്പറ്റീഷനിലല്ലേ പങ്കെടുത്ത് ഇങ്ങനെ വന്നത്. പിന്നെ റിയാലിറ്റി ഷോസിൽ പിന്നെ TV തന്നെ നടത്തിയിരുന്ന വേറെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്ന അതിൽ വിന്നറായിരുന്നു ഒരിക്കൽ. അല്ല ചോദിക്കട്ടെ, എത്ര റിയാലിറ്റി ഷോയിൽ എത്ര ചാനലിൽ പങ്കെടുത്തിട്ടുണ്ട്? അപ്പൊ 2 ചാനലിലേ ഉള്ളൂ. 2 ചാനലിൽ 2 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 വിന്നറായിരുന്നു. ഭയങ്കര ഭാഗ്യമാണല്ലോ. എന്താ പിന്നെ അതുകൊണ്ട് പിന്നെ വേറൊരിടത്തും പോയില്ല. ഇനി അവിടത്തെയും കൂടി കിട്ടി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് കരുതി അല്ലേ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ അത്ര താല്പര്യമില്ല. അതെന്തുകൊണ്ടാ? കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? കാരണം എന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എനിക്ക് തന്നെ പിടിക്കാറില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ പിടിക്കും? ഭയങ്കര കോൺഷ്യസ് ആണോ ഈ ക്യാമറ കാണുമ്പോ? ക്യാമറ കാണുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് പറ്റിയ പരിപാടിയല്ല. പാടി അഭിനയിക്കാനായിട്ടുള്ള ഞാൻ 2-3 പടത്തില് ഡോക്ടർ ലവില് പാടി അഭിനയിച്ചു. ഇനി ഒരു പടം വരുന്നുണ്ട്, വിശ്വവിഖ്യാതരായ പയ്യന്മാർ എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിനൊരു കവാലി സോങ് ഉണ്ട്. ഞാൻ വ്യത്യസ്ത രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. സൂഫി അതന്നെ കണ്ടിട്ട് പറഞ്ഞോളൂ. അങ്ങനെ പാടി അഭിനയിക്കുമ്പോഴും പേടിയൊക്കെ വരാറുണ്ടോ ക്യാമറ ഒക്കെ കാണുമ്പോ? ഇല്ല, അത് കുഴപ്പമില്ല. കാരണം ഞാൻ നമ്മള് മത്സരിച്ചിരുന്ന സമയത്തും ക്യാമറയുടെ ഫ്രണ്ടിലല്ലേ, പാടി തന്നെയല്ലേ അഭിനയിക്കണം. അപ്പൊ അത് കുഴപ്പമില്ല. മറ്റേ ഡയലോഗ് പറയുന്നതൊക്കെയാണ് പാട്. പാട്ടത് ഇത്തിരി പ്രശ്നമാണ്. ഡയലോഗ് മറ്റേ നമ്മളിങ്ങനെ ഓരോ അരിയും പെറുക്കി എടുക്കേണ്ടി വരും. പെറുക്കി വെച്ചിട്ടുണ്ടോ അങ്ങനെ? ചില ആൽബം സോങ്ങിനൊക്കെ ഇങ്ങനെ ഈ ഒരു പാട്ട് വരുന്നുണ്ട്, മധുമൊഴി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം. അപ്പൊ അതിന്റെ തുടക്കത്തിലൊരു സാധനം ചെയ്യാനായിട്ട് എന്നെ അവർക്ക് അതിനെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ അതുകൊണ്ടൊരു ഡയലോഗ് തന്നു. അത് തന്നെ എനിക്ക് എന്തോരം കോൺഷ്യസ് ആയത് പറയാനായിട്ട്. നമ്മൾ ഈ സാധാരണ പറയുമ്പോൾ വരും, പക്ഷെ ഇത് ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ മുഖത്ത് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നാച്ചുറൽ ആയിട്ട് അത് ചിലർക്ക് അത് പറ്റും. പൊതുവെ ഷൈ ആയിട്ടുള്ള ഒരാളാണോ? ഷൈ പണ്ടോട്ടെ ഉണ്ട് കൂടെ. എപ്പോഴും അങ്ങനെ മുന്നിട്ട് നിൽക്കാറില്ല, എപ്പോഴും പുറകെ നിൽക്കാറുള്ളൂ. മുന്നിൽ വന്നിട്ട് ഹെഡ് ചെയ്തിട്ട് ഒരു കാര്യം നേടിയെടുക്കാറില്ല. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണോ അതോ ശരിക്കും ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെട്ട, സിനിമയിൽ പാട്ടുകാരനായിട്ട് അറിയപ്പെട്ടതിന് ശേഷമാണോ സ്റ്റേജ് ഷോസിന്റെ ചറപറ ബഹളം തുടങ്ങിയത്? അത് 2 സമയത്തും ഉണ്ടായിരുന്നു. റിയാലിറ്റി ഷോ സമയത്ത് അത് ആ ഒരു സമയമുള്ള ഒരു ഫെയിം ഉണ്ടല്ലോ. പക്ഷെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അത് അവിടെ നിന്ന് ചാനലിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിടത്തും പോയിട്ടില്ല ഞാൻ. അതെ. ഒരു കാസറ്റിൽ പോലും പാടാൻ അനുവദിച്ചിരുന്നില്ല, പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്നർ ആയതിനു ശേഷമാണ് ഇതുപോലെ ഇഷ്ടംപോലെ ഷോസ്. അന്നേരം ശരിക്കും കുറെ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഏകദേശം എല്ലാ സ്ഥലങ്ങളും കറങ്ങി. മാർത്താണ്ഡം മുതൽ കാസർഗോഡ് വരെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇങ്ങനെ പെരുന്നാൾ ഉത്സവങ്ങൾ വരുമ്പോ അന്നേ വിദേശത്ത് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ സ്ഥലത്ത് പോയി. വിദേശത്ത് ആദ്യമായിട്ട് പോണത് അതിന് ശേഷമാണോ? ആദ്യമായിട്ട് പോണത് അതിലാണ്. ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്നത് ദുബായിലോട്ട്. അത് ഇത് കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയിൽ പാടുമ്പോൾ നമുക്കത് പേരിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മറക്കില്ല. അപ്പൊ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് കുറച്ച് ചാനലിൽ വരും, ഇന്റർവ്യൂ വരും. അപ്പൊ വീണ്ടും ആൾക്കാർ ഫേസ് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ വീണ്ടും ഷോസ് ഇങ്ങനെ വരാറുണ്ട്. ആദ്യം പോയത് ദുബായിലാന്ന് പറഞ്ഞു, അവസാനം പോയത് എങ്ങോട്ടാ? ലാസ്റ്റ് ഇപ്പം പോയി നിൽക്കുന്നതും ദുബായിൽ തന്നെയാണ്. ദുബായിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. സ്വന്തം വീട്ടിലേക്ക് പോണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ദുബായിലേക്ക് പോകാം അല്ലേ? അതെ, നാളെ പോകുന്നുണ്ട് ദുബായ്. ആണോ? പോയാലേ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ന്യൂസിലൻഡ് ഇഷ്ടപ്പെട്ടു, സ്വിറ്റ്സർലൻഡ്, പിന്നെ എനിക്ക് ആഫ്രിക്ക ഇഷ്ടപ്പെട്ടു. അത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, കുറച്ചൊരു വൈൽഡ് സാധനമാണ്. എവിടെ പോയേ? കെനിയയിൽ പോയി, ബോട്സ്വാനയിൽ പോയി, സഫാരിക്കൊക്കെ പോയി. മസായി മാര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ, ഫോറസ്റ്റ്. അപ്പൊ കാടിന് നടുവിലാണ് സ്റ്റേ ഒക്കെ, ഏറ്റവും ഒത്ത നടുവില്. കെനിയയില് കുറച്ചുകൂടെ ഒരു 2-2.5 മണിക്കൂർ ഓഫ് റോഡിൽ കൂടെയാണ് യാത്രയാണ്. എന്നിട്ട് നമ്മളൊരു കാടിന് നടുവിലെത്തും. അവിടെ ഒരു വലിയ ഹോട്ടലാണ്, പക്ഷെ അതൊരു ഫുൾ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പം വന്യജീവികൾക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല, പക്ഷെ വിചാരിച്ച അകത്ത് കയറാം. റൂം എന്നൊക്കെ പറഞ്ഞാല് ടെന്റ് പോലെ കെട്ടിയിട്ടിരിക്കും ഓരോ സ്ഥലത്ത്. അടുത്ത റൂമായിട്ട് ഒരു കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ഭയങ്കര പേടിച്ചിട്ടാണ് രാത്രിയൊക്കെ ഇങ്ങനെ മറ്റേ സിംഹം അലർന്നതും വളരെ അടുത്താണ്. ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. കാട്ടിലിങ്ങനെ നമ്മള് കിടക്കുന്ന മാതിരി. അത് ഒരിക്കൽ പോണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ന്യൂസിലൻഡ് ഈ പറഞ്ഞ പോലെ വളരെ ക്ലീൻ ആണ്. അവിടെ കാടൊക്കെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് നല്ല സൂക്ഷിച്ച് വൃത്തിയോടുകൂടി രസമുണ്ട് കാണാൻ. അങ്ങനെ ഈ പാട്ട് കാരണം നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. രാജ്യങ്ങൾ കുറെ ചുറ്റിയിട്ടുണ്ട്. ചുറ്റി. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് സ്പോട്ട്ലൈറ്റ് ആണ്. എന്താണ് ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രൂ ഓർ ഫാൾസ് പറഞ്ഞാൽ മതി. ഓക്കെ, തുടങ്ങാം. എന്റെ FB പേജിൽ ഞാനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്.
ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുറെ നല്ല നല്ല പോസ്റ്റുകൾ അതിന്റെ അകത്തുണ്ട്. അല്ലാതെ ബാക്കി ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഇടാറുണ്ടോ? ഇടാറുണ്ടല്ലോ, ഇട്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ ഹൈഡിൽ ഇരിക്കുകയായിരിക്കും, ഒന്ന് പ്രത്യേകം ഹൈഡ് ചെയ്യണേ. അത് കാണിച്ചു തരാം, സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അടുത്ത ചോദ്യം, എനിക്ക് ഇത്തിരി വിനയം കൂടുതലാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. വിനയം കൂടിപ്പോയി എന്നുള്ള കൂടുതൽ പേര് പറയുന്നത്. ഇത്രയും വേണ്ട എന്നുള്ള ആരൊക്കെ പേരുണ്ട്? കുറെ പേര് ഇൻഡസ്ട്രി തന്നെയാ. ഇൻഡസ്ട്രിയിൽ അങ്ങനെ എടുത്ത് ഓർക്കണല്ല, ഞാൻ കാണുന്നവരൊക്കെ പറയാറുണ്ട് ഇത്രയും വിനയൊന്നും പാടില്ല, കുറച്ച് ഇതൊക്കെ ഇടാന്ന് പറഞ്ഞു. കുറച്ച് വെയിറ്റ് ഒക്കെ ഇടാം. വെയിറ്റ് ഒക്കെ ഇടണമെന്ന്. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡാഷ് അങ്ങോട്ട് പൂരിപ്പിച്ചോ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു പാട്ടുകാരൻ തന്നെയാണ്. കാരണം ഞാൻ പാട്ട് തന്നെയാണ് മെയിൻ പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്നത്. മ്യൂസിക് കോളേജിൽ ചേർന്നേനെ, അങ്ങനെ വല്ല അധ്യാപകനൊക്കെ ആയിട്ട് പോയനെ. സംഗീത കോളേജിലെ അധ്യാപകനൊക്കെ ആയിട്ടല്ലേ. അടുത്ത ചോദ്യം, ഞാനൊരു ഗംഭീര ഡാഷ് എന്താന്ന് പറഞ്ഞാൽ മതി. പാട്ടുകാരനാണ്, സംഗീത സംവിധായകനാണ്. ചോദ്യം ചോദിക്കേണ്ട മുന്നേ തന്നെ ചിരിക്കണ. ഞാനൊരു ഗംഭീര ഡാഷോ? പാട്ടുകാരനാണ്, സംഗീത സംവിധായകനാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, ഇതിൽ രണ്ടിലറിനെ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു ഗംഭീര പാട്ടുകാരനാണ്. ആരും കേക്കണ്ട. സിനിമാ താരങ്ങൾ പാടുന്നതിനേക്കാൾ ഭേദം അഭിനയിക്കുന്നതാണ്. ട്രൂ ഓർ ഫാൾസ്? പാടുന്നതിനെക്കാട്ടും അഭിനയിക്കുന്നതാണ്. അപ്പൊ അഭിനയാണ് നല്ലതെന്നാണ്. അപ്പൊ ഫാൾസ് എന്ന് പറഞ്ഞാല് പാടുന്നതാണ് നല്ലതെന്ന്. രണ്ടു പറഞ്ഞത് എനിക്ക് പ്രശ്നമായിട്ട് വരും. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇത് രണ്ടുമല്ല, ഇത് രണ്ടേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഫാൾസ് പറയാം. അവരുടെ അഭിനയം കൊള്ളൂല, അവര് പാടുന്നത് നല്ലതെന്നല്ലേ? തൽക്കാലം ട്രൂ. അതായത് ഇവർക്കൊക്കെ പാട്ട് നിർത്തിട്ട് അഭിനയിക്കാൻ പോയിക്കോട്ടെ എന്നല്ലേ? ഞാൻ ഈ പരിപാടി നിർത്തി പോവാണ് കേട്ടോ, ശരിയാവില്ല. എന്താ പിന്നെ അടുത്ത ചോദിക്കാം. ചോദിച്ചോളൂ. ടിവിയിൽ എനിക്ക് കാണാൻ ഇഷ്ടം ഡാഷ് ആണ്. റിയാലിറ്റി ഷോസ്, ന്യൂസ്? ഞാനിപ്പോ കാണുന്ന ന്യൂസ് ആണ്. ശരിക്കും റിയാലിറ്റി ഷോ കാണാറില്ല. സ്വന്തം റിയാലിറ്റി ഷോ കാണു വരുന്നു? അതും കാണാറില്ല, അതും കണ്ടിട്ടില്ല ഞാൻ. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ അടുത്ത ചോദിക്കാം. എനിക്ക് നല്ല വിവരമുള്ളത് ഡാഷ് മേഖലയാണ്. രാഷ്ട്രീയം, സ്പോർട്സ്? രാഷ്ട്രീയം പോരാ? രാഷ്ട്രീയം അത്ര പോരാ. ചുക്കും ചുണ്ടാൻ പോരണൂടാ. നോ പൊളിറ്റിക്സ്. ഇപ്പൊ 2007 ശേഷം സിനിമയിൽ വന്നതല്ലേ? 2017 10 വർഷത്തോളായി അല്ലേ? എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് നിരാശയുണ്ട്. ട്രൂ ഓർ ഫാൾസ്? നിരാശയില്ല, ഫാൾസ്. പാട്ടുകൾ കിട്ടുന്നില്ലേ, പിന്നെ അത് വലിയ കാര്യമല്ലേ. നമ്മൾ അവാർഡിന് വേണ്ടിട്ടല്ലോ പാടണേ. എനിക്കറിഞ്ഞൂടാണോ? ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ പാടണം. അപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും വലിയ കാര്യമൊന്നും അല്ലെന്ന്? അങ്ങനെയല്ല, അത് കിട്ടിയ ഒരു അംഗീകാരമാണ്, സ്വീകരിക്കും. അത് ഇതിന്റെ കൂടെ ഉള്ളതാണ്. സിനിമ എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിട്ടാണ്? ഞാൻ ഇതൊന്നല്ലല്ലോ ചോദിച്ചത്. എനിക്ക് അറിയണം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ. അത് എനിക്ക് വ്യക്തമാക്കി കൊടുക്കണം, മനസ്സിലായില്ലേ? സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്തതിൽ യാതൊരു സങ്കടമില്ലെന്ന് മനസ്സിലായി. ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ കല്യാണങ്ങളുടെ ഒരു സ്റ്റൈലാണ് കല്യാണത്തിന്റെ ടീസർ വീഡിയോ ഇറങ്ങല്. പക്ഷെ ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ എന്റെ മുന്നിലിരിക്കുന്ന ആളുടെ കല്യാണത്തിന്റെ വീഡിയോയുടെ പാട്ടും അത് പാടിയതും അതിൽ അഭിനയിച്ചതും അത് ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റും കൂടി ചെയ്ത ഒരാളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അഭിനയിച്ചു എന്നുള്ളത്. ഞാൻ തന്നെ അഭിനയിക്കാൻ പറ്റുള്ളൂ, വേറെ ആളെ കൊണ്ടുവരാൻ പറ്റും എന്റെ കല്യാണ വീഡിയോയിലല്ലേ? അതെ അതെ. എന്തൊക്കെ ചെയ്തേ? അല്ല, പാട്ട് മ്യൂസിക് ചെയ്തു, പിന്നെ പാട്ട് പാടി. ലിറിക്സ് നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു. തമിഴാണല്ലേ? തമിഴ് പാട്ട്. തമിഴ് ലിറിക്ക് വരുമ്പോ കുറച്ചുകൂടെ ഒരു ഫീല് വന്നോളൂ. ആ പ്രണയമൊക്കെ വന്നോളൂ അല്ലേ? അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് എഴുതി. ആരുടെ ഐഡിയ ആയിരുന്നു? ഐഡിയ ശരിക്കും ക്യാമറ എടുക്കാമെന്ന ചേട്ടന്മാരുടെ ഐഡിയ ആയിരുന്നു. അവർക്ക് എന്താ കല്യാണ വീഡിയോ എടുക്കാൻ അവരാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും സാധാരണ മറ്റുള്ളവരുടെ പാട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ പാടിയ പാട്ട് ചെയ്യണക്കാട്ടി നല്ലത് എന്തെങ്കിലും പുതിയ പാട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ വന്നപ്പോ നമുക്ക് തന്നെ ഒരു പാട്ട് ഇറക്കാന്നുള്ള ഐഡിയ വന്നു. അങ്ങനെയാണ് സാധനം ചെയ്തത്. ഇതിപ്പോ കേൾക്കുമ്പോൾ വിചാരിക്കണ്ടാവും എന്നാലും ഇനിയിപ്പോ എവിടുന്നാ ഞാൻ ആ വീഡിയോ ഒന്ന് തപ്പിപ്പിടിക്കാൻ. ഒരു കാര്യം ചെയ്യാം, RJ ശാലിനി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തേക്കാട്ടോ. കൺകുളിർക്കെ കണ്ടോളൂ. ആള് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രണയം അങ്ങോട്ട് വാരിക്കോരി, പിന്നെ ഭാര്യയായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കും. അത് ശരിക്കും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പോയി ആക്ട് ചെയ്തതാണ് കേട്ടോ. പെട്ടെന്നാണ് അവര് വിളിക്കണേ. കാരണം ഞാൻ വളരെ ടയേർഡായിട്ട് നിന്നിട്ട് നാളെ ഷൂട്ടുണ്ട്, നാളെ നമുക്ക് എടുത്താൽ ഒരൊറ്റ ദിവസമൊക്കെ ആയിരിക്കും കാണുന്നത്. ബാക്കി പിന്നെ ദിവസമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് ഇടയ്ക്ക് വൈഫ് ബാംഗ്ലൂരുമാണ് പഠിക്കണതും. അപ്പൊ അവിടെ നാട്ടിലുള്ളപ്പം ഇത് ഷൂട്ടും ചെയ്യണം. അങ്ങനെ പോയി പെട്ടെന്ന് പോയിട്ട് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. മനസ്സിലായി? ഞാൻ ശരിക്കും മറ്റേ പുട്ടിയൊക്കെ ഇട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. നായകന്മാരഭിനയിക്കുമ്പോ അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഇടാതാണ് അഭിനയിച്ചത് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തകർത്തേനെന്ന്. നമ്മൾക്ക് കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, കയറി കണ്ടോളൂ കേട്ടോ വീഡിയോ. അല്ല ചോദിക്കട്ടെ, അപ്പൊ ഇത് തസ്നിയോട് പറഞ്ഞപ്പോഴേ വുഡ്ബിയോട് പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു? അവക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ ഒരു പ്രകൃതമല്ല അഭിനയിക്കാൻ, അങ്ങനെ അത്ര ഇങ്ങോട്ടുള്ള ഇതില്ല. പല്ലെടുക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിനും ഇല്ല.
പിന്നെ അവള് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കാന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തു. ഇത് ഒറ്റ ദിവസം കൊണ്ടാണോ ഷൂട്ട് നടത്തിയത്? ഒരു ദിവസം കൊണ്ട് ആ വാഗമൺ മൊത്തം കവർ ചെയ്തു. പിന്നെ ഒരു ദിവസം ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് 2-3 ഷോട്ടുകൾ, അത്രേ ഉള്ളൂ. വലുതായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ ഈ കാര്യം. അതാണ് പറ്റിപ്പോയത്. കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു ഇതിനുള്ള നല്ല നല്ല ലൊക്കേഷനിലൊക്കെ പോയി എടുക്കായിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ടും കാര്യങ്ങളും. അതിനു മുമ്പ് എവിടെ കിട്ടത്തൂല്ല. അതിനുശേഷം കുറെ പരിമിതികളുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. പിന്നെ ആ പരിമിതികൾ നിന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 5-6 ഡ്രസ് ചേഞ്ചും ഒരു 50,000 മുഖഭാവങ്ങളും ഒക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്തത്. ഇത് കണ്ടിട്ട് ആൾക്കാരെന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമില്ല, പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അത് ഈ പറയുമ്പോൾ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു, നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് എല്ലാ സ്ഥലമായിട്ട് എടുക്കായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നോർമലി ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടായിരുന്നു. വേറെ ആരും അങ്ങനെ ഞാൻ ചെയ്ത് അതുവരെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തമായി കഥ, തിരക്കഥ, ഗാനരചന, പാട്ട്, ഗാനങ്ങൾ എല്ലാം കൂടി നജീം അർഷാദ് തന്നെ. ആളൊരു സിനിമാ പിന്നണി ഗായകനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഷോസും ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോണതിന് മുന്നേ നജീം ചെയ്യാ? കേക്കട്ടെ. മെയിൻലി ശബ്ദം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കണം. അപ്പൊ അതുകൊണ്ട് വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കും, തണുപ്പുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യും. ഐസ്ക്രീം ഒന്നും കഴിക്കില്ല? കഴിക്കും, പക്ഷെ ഇനിയിപ്പോ കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും വന്നാലെന്നുള്ള പേടിയാണ്. വന്നു കഴിഞ്ഞാൽ ഈ കുറെ ആൾക്കാർ നമ്മുടെ പാട്ട് കേൾക്കാനായിട്ട് വന്നിരിക്കുക, വല്ല അബദ്ധവശാലും വല്ല കോൾഡൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ. അവരുടെ പ്രാക്ക് കേൾക്കണം. അതെ. പിന്നെ പ്രാക്ടീസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു എന്റെ ശബ്ദത്തിന്റെ ഒരു എന്ന് പറഞ്ഞാല് കുറച്ച് ചെയ്താൽ മതി, കൂടുതൽ ചെയ്തതിന് ഭയങ്കര സ്ട്രെയിൻ ആയി പോകും. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അകാരങ്ങൾ ഇങ്ങനെ പാടി ഒരു സ്പീഡിൽ പാടും, അങ്ങനെ സ്ലോയിൽ പാടും. പിന്നെ ഏതെങ്കിലും ഒരു വർണ്ണോ കൃതിയോ എന്തെങ്കിലും ജസ്റ്റ് ഒന്നൊരു പാടി കഴിഞ്ഞാൽ തൊണ്ടവാൻ പോകും. എത്ര വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാനുള്ള. ഞാൻ ആദ്യമായിട്ടും ഉമ്മയാണ് കേട്ടോ മ്യൂസിക് ഒക്കെ പഠിപ്പിച്ചത്. കർണാട്ടിക്കാണ്, ഹിന്ദുസ്ഥാനി ഒന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം +2 ഒക്കെ കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജിൽ ചേർന്നു. അവിടെ BPA എന്ന് പറഞ്ഞ കോഴ്സാണ്, ബാച്ചലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞ മ്യൂസിക്കിനായിട്ടുള്ള ഒരു കോഴ്സാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള. അപ്പൊ അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഗുരുക്കന്മാരെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് PG ചെയ്തു. അങ്ങനെ 5 വർഷം മ്യൂസിക് കോളേജിലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ലൈറ്റ് ഫുഡ് ആയിരിക്കും കഴിക്കണം. പിന്നെ പ്രോഗ്രാമിന് മുമ്പേ ഞാൻ ഭക്ഷണം കഴിക്കില്ല. എത്ര വിശന്നാലും എനിക്ക് പറ്റില്ല. അതെന്താണെന്നറിയില്ല, എന്ത് ടെൻഷനാണ്. എന്തോ ഇപ്പൊ പോലും സ്റ്റേജ് ഷോയിൽ പാടാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. സ്റ്റേജ് ഷോ ഒരു 10 മണിക്കൂറൊക്കെ വൈകി കഴിഞ്ഞാൽ ഞാൻ വിശന്നിരിക്കും, വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കില്ല. ടെൻഷനാണ്. അതെങ്ങനെ? കാരണം നമ്മളെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതെനിക്കറിയില്ല. ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും ഫുഡ് കഴിച്ചിട്ട് അവർ കയറാറുള്ളൂ. എനിക്ക് ശരിക്കും ടെൻഷനാണ്. ശരിക്കും ആ പാട്ട് നന്നാക്കാനായിട്ടുള്ള ഒരു ശ്രമം, നന്നായിട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാണ് കഴിക്കുക. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കഴിപ്പുണ്ട്. അതാണ് ഈ കാണുന്ന രൂപം. മനസ്സിലായ? എല്ലാം കൂടെ ചേർത്തൊരു കഴിപ്പാണ്. ഭക്ഷണം കഴിക്കും അല്ലേ? ആളെ കണ്ടാലറിയാം, നമ്മളല്ലേ ഉണ്ണിയെ കണ്ടാലറിയാം ഉരുളപ്പഞ്ഞെന്ന്. ഇതാണ് വിഷയം. നമ്മൾ അത്രയും വിശന്നിരുന്നിട്ടാണ് ഈ പാട്ട് പാടാൻ നടന്നത്. പലരും പറയും സിമ്പിൾ അല്ലെങ്കിൽ പാടിപ്പോയാൽ മതിയായിരുന്നു. പക്ഷെ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ശബ്ദം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരം മൊത്തം സ്ട്രെയിൻ ഉണ്ട്, ആ നരമ്പുകൾ മൊത്തം അനങ്ങിയിട്ടാണ് ഒരു പാട്ട് പാടുക എന്നുള്ളത്. ഒരു വെള്ളി വീഴാതെ ശ്രദ്ധിക്കണം. നമ്മൾ അത്രയും കൺട്രോളിലായിരിക്കണം. മെന്റലി ഫിസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് തളർന്നു പോകും. ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമ്മൾ അത്രയും ടയർഡായി പോകും. സ്റ്റേജ് ഷോയുടെ ഇടയ്ക്ക് വെള്ളി വീണിട്ടുണ്ടോ? വെള്ളി നമ്മൾ മാക്സിമം ഞാൻ വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാണ്ട് ചിലപ്പോഴൊക്കെ വന്നു പോകും. കൺട്രോളൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ അധികം പ്രോബ്ലം ആണോ വെള്ളി ആയിരുന്നില്ല. നല്ല സ്വർണ്ണ വെള്ളിയൊക്കെ വീണിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാലേ, പാട്ട് പാടുമ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചിലപ്പോൾ പാടണമെന്നില്ല. അതൊക്കെ മുകളിൽ നിന്ന് അനുഗ്രഹിച്ച് തരുന്ന ഒരു സംഭവമാണ്. നമ്മള് മെഷീനൊന്നും അല്ലല്ലോ തൊണ്ടാന്ന് പറഞ്ഞാല്, മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. ഇതൊക്കെ 1-2 വെള്ളി വീണാൽ ആൾക്കാരത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശബ്ദം അടപ്പ് വന്നാൽ ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ശബ്ദം അടയ്ക്കാതെ നമ്മളത് നോക്കണം. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു റിയാലിറ്റി ഷോ ഒക്കെ ഇത്രയും വലിയ സ്കെയിലൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോവാ ചെയ്യുക. ആ പാട്ടുകാരനാണെങ്കിൽ പാട്ടുകാരൻ, മിമിക്രിക്കാരനാണെങ്കിൽ മിമിക്രിക്കാരൻ, അങ്ങനെയാണല്ലോ. നജീമിന് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ സിനിമ ചാൻസുകളുടെ ബഹളായിരുന്നോ? ഞാൻ ശരിക്കും സിനിമയിൽ പാടുന്നത് റിയാലിറ്റി ഷോയ്ക്ക് മുമ്പേ പാടി. ഞാൻ ഓഡിഷനൊക്കെ കഴിഞ്ഞ സമയത്താണ് മിഷൻ 90 ഡേയ്സ് എന്ന സിനിമയിലേക്ക് എനിക്ക് വിളിക്കുന്നത് തന്നെ. അതായത് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. അതെങ്ങനെ കിട്ടിയപ്പോ? അത് ജെയ്സൺ ജെ നായർ മ്യൂസിക് ഡയറക്ടർ, എന്റെ ബ്രദറിനെ അറിയാം. ബ്രദർ ഓഡിയോ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോ ഞാൻ പാടുമെന്ന് അറിയാം ജേസൺ ചേട്ടന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറെ പേര് പാടിയ പാട്ടുമാണ്. അന്നേരം എന്നെ കൂടെ ഒന്ന് വിളിച്ച് വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഒരു മുൻപതിയും കൊടുത്തിട്ടില്ല. എന്റെ പാട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന്റെ അന്ന് വരെ എനിക്ക് അറിയില്ല. ഞാൻ ചേട്ടനെ വിളിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞത് എനിക്ക് എന്നെ അറിയില്ല, നിന്റെ പാട്ടാണ് പറഞ്ഞത്.
കുറെ പേരുടെ ഞാൻ മിക്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓ, ഒരേ പാട്ടിനെ പലരെ കൊണ്ടും പാടിച്ചു നോക്കും അല്ലേ? കൊണ്ടും പാടിച്ചു. എന്നിട്ട് ഫൈനലി വന്നത് ജെയ്സൺ ചേട്ടന് പോലും അറിയില്ലെന്ന് പറഞ്ഞ് തന്നെ ആലോചിച്ച് നോക്കി. അപ്പൊ അത്രയ്ക്കും മുൻവിധി കൊടുക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു അത്. അവസാനം എന്റെ വോയിസ് ആണ് വന്നത്. അത് ഞാൻ ശരിക്കും തിയേറ്ററിൽ പോയി കണ്ടിട്ടാണ് ഞാൻ അറിയണത്. ഫസ്റ്റ് ഷോ ഞാനിങ്ങനെ എയറിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് സാധാരണ ആസ് യൂഷ്വൽ എപ്പോഴും സിനിമ കാണും പോലെ തന്നെ തള്ളൊക്കെ കൊണ്ട് ഇടിയൊക്കെ ഇടിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് ബ്ലാക്കിലൊക്കെയാണ് ഞാൻ പോയി സ്വന്തം പാട്ടൊക്കെ കേൾക്കാൻ. പക്ഷെ ദൂരെ മേജർ സാറൊക്കെ വളരെ ആഘോഷപൂർവ്വം മമ്മൂക്കാരെ പടമായിരുന്നല്ലോ മിഷൻ 98. അപ്പൊ അത്രയ്ക്കും ഫാൻസുകാരൊക്കെ വന്ന് ന്യൂ തിയേറ്ററിൽ വെച്ചിട്ടാണ് ട്രിവാൻഡ്രം. അപ്പൊ അന്ന് ഈ ഭയങ്കര ആഘോഷമായിരുന്നു ആ പടം ഇറങ്ങിയ സമയത്ത്. ഞാൻ കാണുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെ മേജർ സാറിനെ. പക്ഷെ എനിക്ക് പരിചയമില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ പാട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ പരിചയപ്പെടാനെങ്കിലും പറ്റുള്ളൂ. ഞാൻ തിയേറ്ററിൽ കയറി വോയിസ് ഓഫ് നജീം ആദ്യം എഴുതി കാണിച്ചപ്പോണ്ടല്ലോ എന്റെ രോമാഞ്ചം വന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാരണം എന്റെ വളരെ ചെറുതിലെ ഉള്ള എന്റെ ആഗ്രഹമാണ് ഒരു സിനിമയിൽ. അതൊന്ന് സാക്ഷാത്കരിച്ച ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത്രയ്ക്കും എന്റെ ഇപ്പൊ പറയുമ്പോ എനിക്ക് പൊങ്ങാനൊന്നും ഇല്ല. ഈ പൂച്ചയൊക്കെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോ അതിന്റെ രോമം പോകില്ല അതുപോലെ. അപ്പൊ അത്രയ്ക്കും സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അപ്പൊ മേജർ രവി ആയിട്ടുള്ള അന്നത്തെ ഒരു ബന്ധമാണോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരുന്നത്? ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കാണാനുള്ള ഒരു അവസരം കിട്ടി. അതെനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഹോട്ടലിന്റെ മസ്കറ്റ് ഹോട്ടലിലാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നത് തിരുവനന്തപുരത്ത്. അതെ, ചെന്ന് കേറുമ്പോ തന്നെ സാർ ആരെയോ വഴക്ക് പറയുന്നതായിട്ടാണ് കാണുന്നത്. നല്ല ചീത്ത, പൊളിച്ച ചീത്ത. തന്നെ നെഞ്ചിലിടി. അയ്യോ, ഞാൻ എങ്ങനെ പോയി കാണുന്നുള്ള. അപ്പോഴത്തേക്ക് അകത്ത് കയറി ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഇതല്ല കേട്ടോ, സാറ് വേറെ ആരോ ഫോണിൽ വിളിച്ച് ചീത്ത പറയുന്നതാണ്. എന്നെയല്ല ചീത്ത വിളിച്ചതെന്ന്. പാട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുറെ പാടി, വേറെ ആൾ പാടിയാണ്, വേറെ 2-3 പേര് പാടിയ പാട്ടാണ്. അപ്പൊ എന്റെ വോയിസ് എനിക്ക് ഇഷ്ടമായി, അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അന്ന് എനിക്ക് സാറുമായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം പിന്നെ കുരുക്ഷേത്രയിൽ സാറ് വിളിച്ചു, പാടിപ്പിച്ചു. കർമ്മയോധയിൽ പാടി. പിന്നെ ഈ പടം 1971 ബിയോണ്ട് ബോർഡേഴ്സ്. ഈ പടത്തിൽ പിന്നെ പാടുകയല്ല, സംഗീത സംവിധാനം ചെയ്യുക ചെയ്തത്. പാട്ട് സൂപ്പർ ആട്ടോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? താങ്ക് യു. ഞാൻ നജീബിനെ കണ്ടപ്പോ പറഞ്ഞതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഡിയോ ലോഞ്ചിന് 3 പേരുടെ പാട്ടും കേട്ടു. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയുവാണ്, നജീബിന്റെ പാട്ട് എപ്പോഴാണ് ഇനി വരണത്? കാരണം ഇത്രയൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുമെന്നുള്ള രീതിയിൽ. സത്യം, 3 പേരുടെ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും നജീബിന്റെ പാട്ട് മാത്രം എന്താ വരാത്ത, ഈ ഹിന്ദി പാട്ട് ഏതൊരു ഹിന്ദിക്കാരൻ ചെയ്തായിരിക്കും ഞാൻ വിചാരിച്ചേ. നമ്മളങ്ങ് അടിച്ചമർത്തി. അത് നല്ല കോംപ്ലിമെന്റ് അല്ലേ നോക്കുമ്പോ? സത്യം പറഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നല്ല രീതിയിലുള്ള സന്തോഷായി. അത് തന്നെ. നജീബിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ തന്നെ. പക്ഷെ സ്വന്തം പേജില്, ഫേസ്ബുക്ക് പേജില് ചീത്ത വിളിച്ചിട്ടൊക്കെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യോ? കുറവാണ്. ചില ഇങ്ങനെ റെയർ ആയിട്ടുള്ള ഒരു കമന്റ് ഒക്കെ, അതൊക്കെ ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരാള് വർഗീയപരമായിട്ട് ചില ഭയങ്കര കമന്റുകളൊക്കെ വന്നിട്ട്. അപ്പൊ എന്താ ചെയ്യാ? ഡിലീറ്റ് ചെയ്യോ കമന്റ്? സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നും ഇട്ട് കൊടുക്കും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനെതിരെ യുദ്ധം ചെയ്യും ഞാൻ പേജിലിടുവോ? ശരിക്കും ഈ ഒരു പാട്ടുണ്ടല്ല, അങ്ങനെയാണ് ഒരു തുടക്കം. അതിനൊരു ത്രെഡ്, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ 1971 ഒരു പാട്രിയോട്ടിക് സോങ് ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ വന്നത് ഇങ്ങനെ ഒരു കമന്റ് എനിക്ക് ഫേസ്ബുക്കിൽ വന്നു. ഒരു ജാതി പരമായിട്ട് എന്നെ വളരെ ആക്ഷേപിച്ചിട്ട് ഒരു ഫോട്ടോയ്ക്ക് താഴെയാണ്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് എനിക്ക് വളരെ വിഷമായി പോയി എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടോന്ന് പറഞ്ഞിട്ട്. പത്തറ്റിക് അല്ലേ? പത്തറ്റിക്. അന്ന് ഞാൻ ശരിക്കും മനസ്സിൽ നല്ല വിഷമം തോന്നി എനിക്ക്. അപ്പൊ ഈ സോങ്ങിന്റെ ഒക്കെ ഒരു തുടക്കം അങ്ങനെയാണെന്ന്. അതെ. നജീബിന്റെ വീട്ടിലെല്ലാരും പാടുന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തോടുകൂടി സ്റ്റേജ് ഷോസ് ഒക്കെ നടത്താറുണ്ടോ? പണ്ട് ഞാൻ ഒരിക്കൽ ഒരു സ്റ്റേജിൽ, ഇതിലൊക്കെ വരുന്നതിന് മുമ്പേ ഒരു ഓണ പ്രോഗ്രാമിന് വാപ്പ പാടി, എന്റെ 2ാമത്തെ ബ്രദർ പാടി, 3ാമത്തെ ബ്രദർ പാടി, ഞാനും പാടി. പിന്നെ ഞാൻ പാടി. ഉമ്മ പാടിയോ? ഉമ്മ പാടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഷോ വന്നിരുന്നു ഇതുപോലെ ഫാമിലി, അതിന് എല്ലാരും പങ്കെടുത്തിരുന്നു. ഭാര്യ പാടുവോ? അവളിങ്ങനെ മൂളിപ്പാട്ട് പാടും, പക്ഷെ പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല അവൾ വന്നിട്ടുള്ളത്. കല്യാണം ആലോചിച്ചപ്പോ ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ഡിമാൻഡ് ഉണ്ടായിരുന്ന? പാട്ട് പാടുന്ന പെൺകുട്ടി വേണമെന്നൊക്കെ ഉണ്ടായിരുന്നോ? പാട്ട് പാടുന്ന പെൺകുട്ടി വേണ്ടെന്നായിരുന്നു എനിക്ക്. അങ്ങനെ എനിക്കൊരു കോമ്പറ്റീഷൻ വേണ്ട. അതാണ്. അങ്ങനെയല്ല, എനിക്ക് ശരിക്കും നമ്മൾ ഈ പാട്ട് പാടുന്ന പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിട്ടാണ് പാടുന്നത്, കഷ്ടപ്പെടാണ്. ഒരു പാട്ട് ഇങ്ങനെ പാടി വലിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് പാടിയിട്ട് വരുമ്പോൾ എന്താണ് പാടി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വിഷമാവും. അറിവും വിവരമുള്ള പെൺകുട്ടിയാണെങ്കിൽ അത് പ്രശ്നമാണല്ലേ? പിന്നെ എന്റെ ഉമ്മയാണെങ്കിൽ പാട്ടറിയാം, പക്ഷെ എങ്കിലും ഉമ്മ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കും. ഞാനാണ് ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു സുഖം. എന്റെ മോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദാസേട്ടനോ. അതെ, എന്ന് ഉമ്മ പറയാറുണ്ട്. എല്ലാ ഉമ്മമാരും അങ്ങനെ വഷളാക്കാറുണ്ട് മക്കളെ. സാരില്ല. ഞാൻ അങ്ങനെ അവളുടെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ നീ പറയണം, എന്നാൽ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ. അതെ, നല്ലോണം പ്രോത്സാഹിപ്പിക്കും ആളെന്നിട്ട്. ഭയങ്കര പ്രോത്സാഹിച്ചു. ചുമ്മാ ഇല്ലാത്തതിനൊക്കെ പറയും. വെറുതെ പാടിയാലും സൂപ്പർ ആട്ടോ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. കഴിഞ്ഞിട്ടുള്ളൂ വേറെ പാട്ടുകാരല്ലേ? അതെ, കുറച്ച് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ആക്കുന്നതാണോ. ആരേറ്റവും വിമർശിക്കുക വീട്ടില്? സഹോദരങ്ങളാണ്. അവർ കറക്റ്റാ പറഞ്ഞത്. അവരടുത്ത് പോകാറില്ല.
വിമർശനങ്ങൾ കേൾക്കാനുള്ള മനസ്സില്ല, താങ്കാനുള്ള മനസ്സില്ല, അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സില്ല. അപ്പൊ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്കറിയോ. പറഞ്ഞോർക്കാണ് പറഞ്ഞാൽ മതിയില്ലേ. അതല്ല, ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ഹസ്കി ആയിട്ട് പാടുമ്പോൾ എന്റെ മൂത്ത ബ്രദർ പറയും, നീ നല്ല ഓപ്പൺ ആയിട്ട് പാടും, നിന്റെ ശബ്ദം ഇതല്ലോ. പക്ഷെ അത് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങനെ പാടേണ്ടി വരണം. എങ്ങനെ വേണോ ഒരു പാട്ട് പാടാം, ഒരു പാട്ടിന് ഒരു ഓരോ സൗണ്ട് വോയിസ് കൾച്ചർ ഉണ്ടല്ലോ, അത് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ ഇരിക്കുകയാണ് നമ്മൾ എങ്ങനെ പാടിക്കൊടുക്കണം എന്നുള്ളത്. ചില പാട്ടിന് ഓപ്പൺ ആയിട്ട് പാടുന്നത് ഭയങ്കര ബോറായിരിക്കും, ചിലത് നന്നായിരിക്കും ഹസ്കി ആയിട്ട് പാടുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിൽ എടുക്കണം. ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു പാട്ടുണ്ടോ നജീബിന്? ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹസ്കി മോഡലിൽ പാടുന്ന പാട്ടുണ്ടല്ലോ, വളരെ കാറ്റ് പോലെ. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ പറയും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പാടണം. നജീബിന് ഏതാ കൂടുതൽ കംഫർട്ടബിൾ, എങ്ങനെ പാടാനാ? ഞാൻ ശരിക്കും വോക്കലിന് നമ്മൾ ഈ ഫീല് കൊടുക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ വോയിസ് ഇങ്ങനെ ഒതുക്കുന്നത്. എനിക്കിങ്ങനെ ഓപ്പൺ ത്രോട്ടിൽ ഉദ്ദേശിക്കുന്ന ഫീല് കിട്ടില്ല. അതുകൊണ്ടാണല്ലേ, അല്ലാണ്ട് ശബ്ദം അറിഞ്ഞു പോയതല്ല. അല്ലല്ല, ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കുമ്പോൾ കൂടുതലും എല്ലാം ഓപ്പൺ ആക്കി പാടി അതിന്റെ ഭാവം അങ്ങ് പോകും. ആവശ്യത്തിന് എല്ലാ വരികളും കുളിര് കോരി എന്ന് പറയുമ്പോൾ കുളിര് എന്നുള്ള ഫീല് കൊടുക്കും. അവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ട് പാടിക്കാൻ എന്റെ ഒരു സുഖം പോകും. എന്റെ വോക്കൽ അതാണ്. ചില ഓരോരുത്തർക്ക് ഓരോന്ന് ഫീൽ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, വേണേ മതി. അതെ. ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് ക പഞ്ച് എന്നാണ്. പാഞ്ച് ക പഞ്ച് 5 വാക്കുകൾ പറയും, മനസ്സിൽ വരുന്ന അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇന്റർവ്യൂ PSC പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഒരു PSC ഞാൻ പഠിച്ച കോഴ്സിന് ഇപ്പോഴാണ് വിളിച്ചത്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ചിലപ്പോ കിട്ടാം, ചിലപ്പോ കിട്ടില്ല. കിട്ടിയാ ഞാൻ ലെക്ചർ ആവും. കേറും. ഗവൺമെന്റ് ജോലി അല്ലേ? പിന്നല്ലേ. അപ്പൊ ഗവൺമെന്റ് ജോലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റേജ് ഷോസ് ചെയ്യാൻ പറ്റുമോ? സ്റ്റേജ് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എങ്കിലും നമുക്ക് റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ പെർമിഷനൊക്കെ നേടിയിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ചെയ്യാൻ പോലെ ചെയ്യാൻ പറ്റില്ല. കുട്ടിയെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓണറി പോണല്ലേ സാധനം. കൂടുതൽ മണ്ടത്തരം പറയണ്ട. അടുത്ത ചോദ്യം ചോദിക്കാം. ദുരന്തം എന്ന് പറയുമ്പോഴോ? കടക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കടക്കലോ? അതെ. എവിടെയത്? അത് കൊല്ലത്തിന് ഞങ്ങൾ സമീപ പ്രദേശത്തിലെ അതിരുകളിലായിട്ട് വരും. അവിടെ ഞാനൊരു പരിപാടി ഗസ്റ്റ് ആയിട്ട് പോയി. ബാക്കി എല്ലാവരെയും അറേഞ്ച് ചെയ്തോളാം പറഞ്ഞു. ഓർക്കസ്ട്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ വിളിച്ച ആള് ഒരു സംഗീത സംവിധായകനായിരുന്നു. പുള്ളിയെടുത്ത് അങ്ങോട്ട് കയറി പറയണ്ടല്ലോ വെച്ചിട്ടാണ്. അവിടെ ചെന്നപ്പം ജനസാഗരമാണ്, അത്രയ്ക്കും ആൾക്കാരാണ്. പക്ഷെ അവിടെ വെച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5000 വാട്ട്സ് ഒക്കെ ഉള്ളൂ. ഈ പുള്ളി അറിയാം ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെന്നാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളി പറഞ്ഞ ചെറിയ പരിപാടിയാണ്. അവിടെ ചെന്നപ്പോ ഫ്ലക്സ് ഒക്കെ വലിയ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചിരിക്കും. അവിടെ ആൾക്കാർ കുട്ടികളെയൊക്കെ കൊണ്ടൊക്കെ ചേച്ചിമാരൊക്കെ വന്നിരിക്കുവോ പ്രോഗ്രാം കാണാനായി. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ആദ്യമായിട്ടൊരു പരിപാടി നമ്മുടെ കൈവിട്ടു പോയത്. ദുരന്തമായിരുന്നു. ആ സ്ഥലം പേര് കേൾക്കുമ്പോഴേ പെട്ടെന്ന് ഈ ദുരന്തം എന്നുള്ള വാക്ക് പറഞ്ഞത്. ശരി, സമയനിഷ്ഠ എന്ന് പറയുമ്പോ എംബ്രേസ് ഫ്ലൈറ്റ് ആണ് എനിക്കൊരു ഓർമ്മയാണ്. അത് മിസ്സായി പോയി. ഞാനിങ്ങനെ എത്തിയപ്പോ താമസിച്ചു പോയി. ദുബായിൽ പോകാനായിട്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടുപോയില്ലേ. എനിക്കങ്ങോട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. പക്ഷെ പ്രോഗ്രാം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനം, എന്തേലും വകുപ്പുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അവര് എന്നെ ടേക്ക് കെയർ ചെയ്ത് അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. അതിനുശേഷം ഞാൻ 3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിലെത്തും. എപ്പോഴെങ്കിലും പഠിക്കണം എന്നല്ലേ നന്നാവുള്ളൂ. അടുത്തത് റിസൾട്ട് എന്ന് പറയുമ്പോ ഷോയിൽ വിൻ ചെയ്തതാണ്. റിയാലിറ്റി ഷോ അതല്ലേ റിസൾട്ട് എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ റിസൾട്ട് ആയിരുന്നു. നജീം അർഷാദ് എന്ന് പേര് പറയുന്നു. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു വികാരം? ഭയങ്കര വല്ലാത്തൊരു വികാരമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും ഞാൻ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളും എന്റെ വാപ്പയും അമ്മയും ഒക്കെ കഷ്ടപ്പെട്ട് നമ്മളൊക്കെ വളർത്തിയതൊക്കെ മനസ്സിൽ കൂടെ പോയ ഒരു റിസൾട്ട് ആയിരുന്നു. മൊമെന്റ് ആയിരുന്നു. എനിക്ക് അത്രയെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഒരു സംഭവം തോന്നിയ നിമിഷമായിരുന്നു. ഫ്ലാറ്റ് ആണ് സമ്മാനം, പക്ഷെ എങ്കിലും വിജയിക്കുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ്. നമ്മുടെ മനസ്സിൽ അപ്പോഴും ഫ്ലാറ്റ് ഒന്നുമില്ല. ഫ്ലാറ്റ് ഒക്കെ കിട്ടിയ 6 മാസത്തിന് ശേഷം. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് വാൽപ്പാറയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരിക്കൽ ഞാൻ പോയി പെട്ടുപോയി, താമസിച്ചു പോയി. തിരിച്ച് ഇറക്കി വിടത്തില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് കുറവാണ്. 6 മണിക്ക് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടൂല, ഇറക്കി വിടില്ല ആതിരപ്പള്ളിയിലോട്ട്. പിന്നെ എനിക്ക് പോകാനറിയില്ല. പിന്നെ നേരെ പൊള്ളാച്ചി വഴി കറങ്ങി തമിഴ്നാട്ടിൽ ഇറങ്ങി ഗോവിന്ദപുരം വഴി തൃശ്ശൂര് അങ്ങനെ വന്നു. നേരെ മുക്കിൽ പിടിക്കണേന് പകരം ഇങ്ങനെ വളഞ്ഞു മുക്കി പിടിച്ചു. കുറച്ചൊന്ന് ആസ്വദിക്കാൻ വേണ്ടി കയറി പോയതാ. അന്ന് ആരുമില്ല, ഒന്ന് ഒറ്റയ്ക്കാ പോയ. ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇത് ഇഷ്ടമാണ് എനിക്ക്. എന്റെ ഇഷ്ടം അതുപോലെ തീർന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാ മതിയില്ല. കാരണം എത്തുന്നില്ലേ, പാതിരാത്രി വഴി അറിയില്ല. GPS ആണെങ്കിലും ഒന്നും ഓടാനില്ല, മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. പേടിച്ചു പോകത്തില്ലേ. വെളിച്ചം ഉണ്ടെങ്കിൽ ഉണർന്നിരിക്കും. വെളിച്ചം എപ്പോഴാണ് ഇരുട്ട് വരുന്നത് അന്നേരം എനിക്ക് ഉറക്കം വരും. അതുകൊണ്ട് ഡ്രൈവിംഗ് പ്രശ്നമാണ് രാത്രി. നമ്മൾ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ അടുത്ത് നജീം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെടാൻ ഇഷ്ടം. അത് ഈ സംഗീത സംവിധാനം ശരിക്കും ബുദ്ധിമുട്ടാന്ന് തോന്നിയോണ്ടാണോ അതോ ശരിക്കും പാട്ടുകാരനാവാനാണോ ആഗ്രഹം? എന്താ സത്യം പറയും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. ഇപ്പൊ ഒരു പാട്ട് ചെയ്തപ്പോ മനസ്സിലായി എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുകൊണ്ട് എനിക്ക് പാട്ടുകാരനായി മതി.
അതാവുമ്പോ പാട്ട് പാടാൻ കാശ് വാങ്ങിക്കാൻ വീട്ടിൽ പോവാ. അതെ, ഇത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. നമ്മളൊരു പാട്ട് പാടി അത് ഇഷ്ടപ്പെടുത്തുക വലിയ ഒരു റെസ്പോൺസിബിൾ. ഒരു വർഷം എടുത്തു എന്നല്ലേ പറഞ്ഞ ഈ പാട്ടിന് വേണ്ടിട്ട്? പാട്ടുണ്ടാക്കി പിന്നെ അതിന് വേണ്ടി ഒരു വർഷമായി നമ്മളിങ്ങനെ മനസ്സിൽ ഈ ട്യൂൺ കൊണ്ട് നടന്നിട്ട് പാട്ട് ചെയ്തതെല്ലാം സാറ് പറഞ്ഞതിന് ശേഷമാണ് അതിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തതും. പിന്നെ ലെങ്ത് ഇപ്പൊ 9 മിനിറ്റോളം ഉണ്ടല്ലോ, അതെല്ലാം പിന്നെ ആഡ് ഓൺ ചെയ്തതാണ്. ഓരോ ചേഞ്ചസ് വരുമ്പോഴും നമുക്ക് പേടിയാണ് സാറിനെ കൊണ്ട് കേൾപ്പിക്കുമ്പോൾ സാറിന് ഇഷ്ടപ്പെടണം. സാർ അത് ഓക്കെ പറയും. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നും. ഇതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷമുണ്ട് കേട്ടോ. ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഓഡിയോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഫേസ്ബുക്കിലൂടെ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഓഡിയോ യൂട്യൂബിലൂടെ കാരണം അതിന്റെ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ പാട്ട് ഇങ്ങനെ എടുത്ത ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ ഒരു ഫലം ഉണ്ടായാലോ എന്നുള്ളത് അതൊരു എന്താണ്, അത് ഒരു ധന്യമായ നിമിഷമാണ് ജീവിതം. ഈ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് മുടിയൊക്കെ നരച്ചോ? മുടിയൊന്നും ഇല്ല, ഒരു വർഷം കൊണ്ട് എന്താണ് മുടി ഉണ്ടെങ്കിൽ മുടി നരച്ചെന്ന് പറയാം. അപ്പൊ നജീം, ഈ പാട്ട് ഹിറ്റായ പോലെ തന്നെ നജീം ഇനിയും സംഗീത സംവിധാനം ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ആ പറഞ്ഞ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കാം. ഞാൻ ഒന്നുകൂടി പറയാം, ഇൻസിഡന്റ് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് 3 സംഗീത സംവിധായകരാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതിൽ ഒരു സംഗീത സംവിധായകനാണ് നജീം. അപ്പൊ നജീമിന്റെ പാട്ട് ഉണ്ട് എന്ന് അവതാരക പറയാനുണ്ട്, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഹിന്ദി പാട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറെ നേരം കേട്ടിട്ട് അവസാനം നജീമിനെ കണ്ടു ചോദിച്ചു, നജീമിന്റെ പാട്ട് പ്ലേ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അവിടെ നജീം എന്റെ ഒരു നോട്ടം, അതല്ലേ ഇപ്പൊ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അത് നജീം ചെയ്തത് എനിക്ക് തോന്നിയില്ല, ഞാൻ ചെയ്ത ഹിന്ദിക്കാരൻ ചെയ്തത്. അതല്ലേ കോംപ്ലിമെന്റ്? അത് ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിരുന്നു ആദ്യത്തെ. താങ്ക് യു. അപ്പൊ ഇനി പാട്ടുകൾ ചെയ്യൂട്ടോ, നല്ല കഴിവുള്ളതുകൊണ്ടല്ലോ എനിക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. ഈ 2017 ഇഷ്ടം പോലെ പാട്ടുകളും വിദേശ ഷോസും എല്ലാം കൂടിയായിട്ട് ബിസി ആവട്ടെ അങ്ങോട്ട്. താങ്ക് യു ശാലിനി. അപ്പൊ അടുത്ത ആഴ്ച കാണാം അല്ലേ? സ്പോട്ട്ലൈറ്റിലൂടെ ഞാനാണ് ശാലിനി. Spotlight.